ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ കൊച്ചി തണ്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അതെ, ചക്കരച്ചിയുടെ ആദ്യത്തെ മെട്രോ യാത്ര. അതെ, നമ്മുടെ ചക്കരച്ചിയുടെ ആദ്യത്തെ മെട്രോ യാത്ര. അയ്യോ, തുറക്കണില്ലല്ലോ, ഞാൻ പെട്ടുന്നുണ്ട് ഗൈസ്. അങ്ങനെ തുറന്ന് കിട്ടി. നമ്മൾ പോവാണെന്ന്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തി. വന്നത് പരസ്യ വണ്ടിയാണ്. മെട്രോ ഇങ്ങനെയായി മാറിയില്ലേ, ഫുൾ പരസ്യം ഒട്ടിച്ച അതിൻ്റെ ആ ലുക്ക് അങ്ങോട്ട് കളഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കരച്ചിയുടെ മെട്രോ യാത്ര ഫസ്റ്റ് എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെട്രോയിലൊക്കെ കയറി നേരെ ഞങ്ങളത് കഴിഞ്ഞിട്ട് പോയത്, എനിക്കിന്നൊരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ വേക്ക് ഫിറ്റിൻ്റെ. അതിൻ്റെ വീഡിയോസൊക്കെ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ 4 പേരും കൂടി ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ലുലുവിലേക്കാണ് വിട്ടത്. ഞങ്ങൾ വാട്ടർ മെട്രോ ഒക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ വെയിലും ചൂടും കാരണം നമുക്കൊരു രക്ഷയില്ല. എൻ്റെ പൊന്നെ, നമുക്ക് എവിടെയും പോകാൻ തോന്നില്ല. ആ ലുലു മാളിൻ്റെ ഉള്ളിൽ കയറി ആ എ സിയിലിരിക്കാൻ തന്നെ തോന്നുള്ളൂ. പിന്നെ നമ്മുടെ വേക്ക് ഫിറ്റിൻ്റെ അവിടെ പോയി നമ്മളെടുത്ത വീഡിയോസിൻ്റെ കുറച്ച് BTS ഒക്കെ കാണാം കേട്ടോ. മര്യാദയ്ക്ക് ഇതൊക്കെ നമ്മുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റ്സ് ആണ്. അങ്ങനെ നമ്മുടെ വേക്ക് ഫിറ്റ് ചെയ്യുന്ന കൊളാബറേഷൻ്റെ വീഡിയോസൊക്കെ കുറച്ച് എടുത്ത് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സാൻഡിയിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ഈ ഐസ്ക്രീമിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ 4 പേരും 4 വെറൈറ്റി ഐസ്ക്രീം അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ. 35 രൂപ 40 രൂപ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട്. മാംഗോവും അതങ്ങനെ പല ഫ്ലേവറുകളിലും ഉണ്ട്. അവൾ പിസ്തയാണ് എടുത്തത്. പിന്നെ ബിസ്കോഫ് എന്ന് പറയണ ബിസ്കോഫ് എന്നാണ് തോന്നുന്നുണ്ട് പേര്, അതാണെന്ന് തോന്നുന്നുണ്ട്. അതാണ് വാങ്ങിച്ചത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ബിസ്ക്കറ്റ് ഉണ്ട്. ആ ബിസ്ക്കറ്റും ഉണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഫ്ലേവർ. ഞാൻ വാങ്ങിച്ചത് പൈനാപ്പിളായിരുന്നു. വന്ദനയും വേറൊരിതോ ഫ്ലേവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും ഇവിടുന്ന് ഐസ്ക്രീം എന്ന് പറയാൻ പറ്റുമോ, സിപ്പപ്പ് എന്ന് പറയാം. സിപ്പപ്പൊക്കെ വാങ്ങിച്ച് ഞങ്ങളിത് ഓട്ടോറിക്ഷയിൽ പോവാണ്. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ ലുലു മോൾ. അല്ലാതെ വേറൊരു ഡെസ്റ്റിനേഷനിലും നമുക്ക് പോവാൻ ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ചൂട് കാരണം ഒരു രക്ഷയില്ല, എവിടേക്കും പോകാൻ തോന്നുന്നില്ല. നമ്മൾ ആ ലുലുവിൻ്റെ ഉള്ളിൽ ആ AC യുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അവിടേക്ക് തന്നെയാണ് ഞങ്ങൾ ചെന്നത്. ഈസ്റ്ററിൻ്റെ ദിവസമായ കാരണം ഈസ്റ്ററിൻ്റെ ഡെക്കറേഷനൊക്കെ പൊളിയായിട്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കുറച്ച് നേരം അങ്ങോട്ട് കണ്ടു നിന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ സമാധാനം. ഈ വെയിലത്ത് നടക്കാൻ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നു മക്കളെ. അങ്ങനെ ഞങ്ങളുടെ ലുലു മാള് കൊണ്ടുപോകാന്ന് പറഞ്ഞു. എവിടെ കാവ്യ വാ പോവാ നോക്ക് വാ. എന്നിട്ട് അങ്ങനെ കാവ്യക്ക് ഫോൺ വാങ്ങാൻ ഞങ്ങൾ ഇമാജിനിൽ കയറി പോവാണ്. കാവ്യക്ക് പേര് സൂപ്പർ എന്ന് പറയുന്നത് 17 Pro Max Air. Pro Max Air അല്ല, വെറും Air.
കേസ് ഫാഷൻ സ്റ്റോർ. അങ്ങനെ ഞങ്ങൾ ലുലു ഫാഷനിലെത്തിയിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ 3 പേരും 4 പേരുണ്ടായിരുന്നു. പക്ഷെ കാവ്യടയിൽ ഈ ബാഗ് ഓൾറെഡി ഉള്ള കാരണം ഞങ്ങൾ 3 പേരും ഈ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്ഥിരം കമ്മൽ കളക്ഷനിലേക്ക് അങ്ങോട്ട് പോയി. വെറുതെ അത്രമാത്രമേ ഉള്ളൂ. ഒരെണ്ണം പോലും മേടിച്ചിട്ടില്ല. പിന്നെ ആ പൊട്ടിന് 7 രൂപയെ കണ്ടുള്ളൂ. അതങ്ങോട്ട് വാങ്ങിച്ചു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാ കമ്മലുകളും ആസ്വദിച്ച് കണ്ടങ്ങോട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ അന്തം വിട്ട് നടന്ന് ഞങ്ങൾ വേറെ വേറെ ഗ്രൂപ്പായി മാറി. കമ്മലിൻ്റെയും അതിൻ്റെയും ഇടയിൽ കടന്ന് ഞങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബാഗ്. ഇനി കാവ്യയുടെ വക എല്ലാവർക്കും ഒരേ ടീഷർട്ട് വാങ്ങിച്ചു തരാന്നാണ് കാവ്യ പറഞ്ഞിരിക്കുന്നത്. ഇത് കീർത്തനയുടെ വക. കണ്ടണ്ട എൻ്റെ വക കുഴിമന്തി. ഇനി വന്ദനയുടെ വക എന്തിട്ടാ പറ. അത് നീ തന്നെ എടുത്തോ. വാങ്ങിക്കണ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫാഷൻ സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങാണ്. ഇനി അടുത്തത് ഫുഡ് അടിക്കാൻ പോവുകയാണ്. നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയത് നമ്മുടെ ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെ ഭയങ്കര തിരക്ക്. ഒരു രക്ഷയില്ല. എല്ലായിടത്തും 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ താഴത്തെ നമ്മുടെ KFCയിൽ പിന്നെ ഒരു 7 മിനിറ്റ് ഓഫറും കണ്ടില്ലേ. അപ്പോൾ ഒരു ചിക്കൻ പീസ് കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു 7 മിനിറ്റ് വൈകിയാൽ നമുക്കൊരു ചിക്കൻ പീസ് കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ KFCയിലേക്ക് തന്നെയാണ് കയറിയത്. അവിടുന്ന് നമ്മുടെ ചിക്കനും ബ്രോസ്റ്റഡ് ചിക്കനും പിന്നെ കോളയും ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ ലുലുവിൻ്റെ സ്റ്റോറിലേക്കാണ് വന്നത്. ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. അവിടെ വന്നാലും ഞങ്ങൾ ഈ ഫുഡ് ഐറ്റംസിൻ്റെ ചുറ്റും തന്നെയായിരുന്നു. അവിടെ നിന്ന് എല്ലാ സ്വീറ്റ്സും കേക്കും ബിരിയാണിയും പിന്നെന്താ പറയുക, അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ട് നടന്ന് ഏറ്റവും അവസാനം നമ്മുടെ ലുലുവിൽ ഞാൻ കുറച്ച് നാളായി ലുലു പോയിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലുലുവിൽ ഒരു സംഭവം ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കവിടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് വാങ്ങിച്ചാലാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ആ സ്ഥലത്താണ്, ആ ഷോപ്പിലാണ് കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ തന്നെ വെച്ച് കഴിക്കാമല്ലോ. അപ്പോൾ ഞങ്ങളിത് ഒരു ചിക്കൻ എന്തോ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 4 പേരും ഞങ്ങൾ അത് തന്നെ വാങ്ങിച്ചത്. നമ്മുടെ കാവ്യ മാത്രം വേറെ എന്തോ പൊതിയങ്ങാണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിക്കാൻ പറ്റണ ഒരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് നാൾ മുമ്പൊന്നും നമ്മുടെ കൊച്ചി ഹൈപ്പർ മാർക്കറ്റിൽ ഈ സംഭവം ഉണ്ടായിരുന്നില്ല. ഹൈലൈറ്റിൽ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് സാധനം വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കാം. കഴിഞ്ഞു പോയേ ഈ ലുലു മാർക്കറ്റ്. ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധനം മേടിക്കുന്നു. എന്തായാലും ഞങ്ങൾ ലുലു മാളിൽ എല്ലാ പർച്ചേസും ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പോവാൻ ഇറങ്ങുകയാണ്. കാവേരിക്ക് നാണം കൊണ്ട് നെഗം കടിച്ച് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ കുഞ്ഞ് പർച്ചേസൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ലുലുവിലുള്ള മെട്രോ എൻട്രിയിലേക്ക് നേരെ കടന്ന് ഇനി നമുക്ക് മെട്രോയുടെ ടിക്കറ്റ് എടുത്ത് കയറാം. മെട്രോയിൽ തിരിച്ചു പോരാറായിട്ടുണ്ട്. കുറേ സമയമായി. അപ്പം ഇനി തിരിച്ചെത്താം. ആലുവ എവിടെ അശ്വതി എവിടെ? അങ്ങനെ തിരിച്ചു പോരാൻ 4 പേർക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ എസ്കലേറ്ററിൽ നമ്മുടെ മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആലുവ മെട്രോയിൽ കയറി നമുക്ക് നേരെ ആലുവയിൽ പോവാം. അത് കഴിഞ്ഞ് ആലുവയിൽ നിന്ന്
നമ്മുടെ ട്രാൻസ്പോർട്ട് വണ്ടിയിൽ നമ്മുടെ വീട്ടിലേക്ക് പോരാം. അപ്പം ഞങ്ങൾ ഇതേ മെട്രോ കയറാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ മെട്രോ വരാറായിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ. അപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിക്കിത്തിരക്കിതേ മെട്രോയുടെ ഉള്ളിൽ കയറി. എല്ലാവരും സീറ്റ് പിടിച്ചു. ഞങ്ങൾക്ക് ഇതേ 3 പേർക്കും സീറ്റ് കിട്ടിയില്ല. ചക്കരേച്ചി ഇത് കുത്തി തരങ്ങി ഇരുന്നിട്ടുണ്ട്. പിന്നെ അതേ ഇനി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ എണീക്കാൻ. അങ്ങനെ ദേ ഒരാൾ എനിറ്റു ദേ വന്ദനയ്ക്കും ചക്കരേച്ചിക്കും സീറ്റ് കിട്ടിയിരിക്കുന്നു. പിന്നെ ഞാനും കാവ്യം മാത്രമേ നിൽക്കണ്ടായിരുന്നുള്ളൂ. അവിടെ ഓരോരോ സീറ്റുകളുണ്ട്. പക്ഷേ 2 പേർക്ക് ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കാണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഞങ്ങൾക്ക് 2 സീറ്റ് കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇനി ആലുവ എത്തിയിട്ട് ഇറങ്ങാം. ഞങ്ങൾ 2 പേര് കറുപ്പ് അങ്ങനെ ഇറങ്ങിയ ഈ ഭാഗത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സൂര്യൻ്റെ ആ വെളിച്ചം കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയത് അവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സർവത്ത് കടയിലിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ സർവത്തും വാങ്ങിച്ച് കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ ആനവണ്ടിയിൽ കയറിയത്. തങ്കത്തിങ്കൾ നമ്മുടെ തൃശ്ശൂർ വണ്ടി വന്നിരിക്കുകയാണ്. അയ്യോ എനിക്ക് സീറ്റ് പിടിക്കണം. അങ്ങനെ നമ്മുടെ ബസ്സിൽ കയറിയിട്ട് 4 പേർക്ക് സീറ്റ് ഇട്ടുണ്ടായിരുന്നു. അടുത്തടുത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചി യാത്ര അവസാനിച്ചിരിക്കുകയാണ്. അടിച്ചു പൊളിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാവേടിയും കീർത്തനയുടെയും വന്ദനയുടെയും ഞങ്ങൾ 4 പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ കൂടെ പോകാൻ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതേ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി മാങ്ങയൊക്കെ എടുത്തിട്ടാണ് പിന്നെ വീട്ടിൽ പോയത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്